നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും. ഈ 1000 സ്വലാത്ത് നമ്മൾ ചൊല്ലി നാവിലൂടെ അത് ചൊല്ലിയിട്ട് ഹൃദയത്തിന്റെ അന്തരാളങ്ങളിലേക്ക് അത് ഇറങ്ങുമ്പോണ്ടല്ലോ, അവിടെ അള്ളാഹുവിനും അള്ളാഹിന്റെ ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടിയിരുത്താൻ നമുക്ക് കഴിയുമ്പോൾ, അത് ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, ഒരായത്തുണ്ടല്ലോ, വഅലമു അന്ന ഫീക്കും റസൂലുള്ള, അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്കിടയിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്കിടയിലുണ്ട് എന്ന് പറയുമ്പോൾ അതെവിടെയാണ്? അത് നമ്മുടെ ഹൃദയത്തിലാണ്. അപ്പം അവിടെ ഉണ്ടോ എന്നുള്ളത് നമ്മളെല്ലാവരും ഒന്ന്, അവിടെ നമുക്ക് അങ്ങനെ തങ്ങളെ, അള്ളാഹുവിനെയും അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് ഹൃദയത്തിൽ, ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ ഹൃദയത്തിൽ ഉണ്ടോ? അതല്ല എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ മാത്രം സ്വലാത്തില്ല സ്നേഹിക്കുക, അതൊരു അങ്ങനെയാണോ? ഒരു ട്യൂബ് ലൈറ്റിനെ പോലെ ഇടയ്ക്ക് നല്ല പ്രകാശമായിരിക്കും, ഇടയ്ക്കൊന്ന് മങ്ങിപ്പോകും. അങ്ങനെയാണോ? നമുക്ക് ഇടയ്ക്ക് ഒരു കയറുന്നൊരു സ്നേഹം ഇറങ്ങുന്നൊരു ഇതാണോ? എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി മാത്രം സ്വലാത്തില്ലണോ? എന്തെങ്കിലും ആവശ്യം നിറവേറണം മാത്രമാണോ? അങ്ങനെ ആകരുത്. അപ്പോൾ അത്തരത്തിൽ നമ്മളെ ഹൃദയത്തിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് സൂക്ഷ്മതകൾ കടന്നു വരും, അനുഭവങ്ങളുള്ളവരുണ്ടാവും. അത് അത്ര ഇതിൽ നമ്മൾ ചെല്ലുമ്പോൾ ഒരുപാട് സൂക്ഷ്മത, നമ്മുടെ മുമ്പത്തെ ജീവിതമൊക്കെ മാറി മറിഞ്ഞ് ഭയങ്കര സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരും. ആ സൂക്ഷ്മത കാണുമ്പോൾ അടുത്തുള്ളവർക്കും കുടുംബത്തിലുള്ളവർക്കൊക്കെ എന്തപ്പോൾ ഇതിങ്ങനെ എങ്ങനെ ആ ഒരു രീതിയിലുള്ള ഒരു സങ്കല്പ വികാസങ്ങളൊക്കെ വരും. കാരണം മഹബത്ത് അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ അത് നിയമങ്ങൾക്ക് അപ്പുറം അങ്ങോട്ട് നിൽക്കും. അപ്പൊ ആ ഒരു മഹബത്ത് നമുക്ക് വരുമ്പോൾ സൂക്ഷ്മത, അപ്പൊ ചിലര് ഇത്രയൊക്കെ ഇത് വേണോ എന്നുള്ള ഒരു ഇതിലൊക്കെ നമ്മൾ സാധാരണക്കാരനാണ്. അപ്പോൾ ഇത്, അതായത് മറ്റുള്ളവരെ വെച്ച് ഈ സ്വലാത്ത്, മഹബത്ത്, ഇഷ്ക് കയറുമ്പോൾ അതൊരുപാട് തലത്തിലേക്ക് എത്തും. എത്രത്തോളം ഉയർത്താൻ കഴിയും അത്രത്തോളം അള്ളാഹു തആല നമ്മളെ ഉയർത്തും. കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു അള്ളാഹിന്റെ മലക്കുകളും സ്നേഹിക്കുന്നു, അവർ സ്വലാത്ത് ചൊല്ലുന്നു. അപ്പൊ നമ്മളുടെ അടുത്ത് സ്വലാത്ത് എല്ലാം പറയണു. അപ്പൊ ആ തങ്ങളെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്കുള്ള സ്ഥാനം എത്രയാണ്? അപ്പൊ അതുപോലെ തന്നെ അങ്ങനെ വരുമ്പോൾ സൂക്ഷ്മത ഒരുപാട് വരികയും നമ്മൾ സുന്നത്തുകൾ, നമുക്ക് കൂടുതൽ സുന്നത്ത് നിസ്കാരങ്ങൾ, അതേപോലെ നോമ്പുകൾ, ഖുർആൻ, അങ്ങനെ ഒരുപാട് നന്മകൾ നമ്മളിലേക്ക് വരും. നേരെ മറിച്ച് ഇത് അള്ളാഹുവും അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹറാമുകൾ ഹലാലാവും, അതൊരു വിഷയമില്ലാതാവും. ഉദാഹരണം പറഞ്ഞപ്പോൾ ലോട്ടറി ഹറാമാണ്, അപ്പം നമ്മൾ പറയും അതിപ്പോൾ ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്നില്ല, അത് പാവങ്ങളെ സഹായിക്കാനാണെന്ന് ഒരു മസാല ഉണ്ടാക്കും. അപ്പൊ നമുക്ക് പറ്റാത്തതിനൊക്കെ നമുക്ക് പല കാരണങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ നമുക്ക് നടത്തണമെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര റിസ്ക് എടുത്തോ നടത്തുകയും ചെയ്യും. അപ്പോൾ നമുക്ക് പറ്റാണ്ടാവുമ്പോൾ ഏതൊരു അത്ര വലിയ ഹറാമിന് നമ്മളത് നമുക്ക് നിസ്സാരമായി തോന്നും. കാരണം ഹുബ്ബങ്ങട് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ, ഹൃദയത്തിൽ അള്ളാഹും അള്ളാഹിന്റെ റസൂലും ഇല്ലാതായി കഴിഞ്ഞുള്ള അവസ്ഥയാണ്. അപ്പൊ അതൊക്കെ നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ മ്യൂസിക്കുകൾ കേൾക്കുമ്പോൾ അത് നന്മയുടെ രൂപത്തിൽ തന്നെ ഇബ്ലീസ് നമ്മളെ പിഴപ്പിക്കും. ഇബ്ലീസിന്റെ ഒന്നാമത്തെ ലക്ഷ്യം ഒരാളെ കാഫിറാക്കുക, നരകത്തിലെത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത്തരം പൈശാചികമായ ഇതിലൊന്നും വീണ് പോകാതെ സ്വലാത്ത് എന്ന് പറയുമ്പോൾ അത് വലിയൊരു ശക്തിയാണ്, അത് വലിയ പവർഫുൾ സാധനമാണ്. അത് മനസ്സിലാക്കി അത് തുടർ ജീവിതത്തിൽ നമ്മൾ ഇതാക്കുക. ഇപ്പൊ ഒരു മത്സരമാണ് സ്വലാത്ത, മത്സരമാണെങ്കിലും അതിലൂടെ നമുക്ക് ഒരുപാട് കൈവരിക്കാൻ കഴിയും. 3 ലക്ഷം സ്വലാത്ത് എല്ലാം പറഞ്ഞാലും അതിനേക്കാൾ കൂടുതൽ ചെല്ലാം. അപ്പൊ അത് നമ്മുടെ ഹൃദയശുദ്ധി വരുത്താൻ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും കഴിയട്ടെ. അപ്പൊ ഇത്തരം വിഷയങ്ങൾ പറയുന്നത് നമുക്ക് നമ്മുടെ കൽബങ്ങ് ശുദ്ധിയാകണം. ആ ശുദ്ധിയാകിയിട്ട് ഇപ്പൊ ഈ ദുൽഹജ്ജ് നമ്മൾ ഇത്രയും അല്ലെങ്കിൽ മുഹറത്തിലെ വെക്കുക, നമ്മൾ ഈ ദുൽഹജ്ജിൽ തന്നെ തുടങ്ങിയത് ഇതിന്റെ ഒരു ആരംഭം, ഹജ്ജിന്റെ ഒരു ഈ ആരംഭം ഇത് കഴിഞ്ഞ് അടുത്ത് വരുന്ന എൻ്റെ ലോക നേതാവ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാണ്. അപ്പൊ അത് 1500-ാമത്തെ ജന്മദിനമാണ് വരാൻ പോണത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് നന്നായി കൽബ് അങ്ങ് സമർപ്പിക്കണം, ഹൃദയ ശുദ്ധിയാകണം, തെറ്റുകള്, കറകള് നീങ്ങി ഒരു വെള്ളപ്പേപ്പർ എങ്ങനെയാണോ അതുപോലെ കണ്ട് ക്ലീൻ ആകണം. ഇൻഷാ അല്ലാഹ് ഹജ്ജ് ചെയ്ത് മടങ്ങി വരുന്ന ഒരു ഉമ്മ പ്രസവിച്ച അന്നത്തെ കുട്ടിയെ പോലെയാണെന്ന് പറയുമ്പോൾ നമ്മുടെ കൽബ് സ്വലാത്തില്ലിട്ട് അതങ്ങനെ ശുദ്ധിയാക്കണം. അത് എത്രത്തോളം ഒരുപാട് ചെല്ലുക,
ആത്മാർത്ഥമായിട്ട് സ്പീഡ് കുറയ്ക്കുക, അതബോട് കൂടി സുന്നത്തുകൾ പാലിക്കുക. എങ്ങനെ ചെല്ലിയാലും കൂലി ഉണ്ടെങ്കിലും ഇനിയൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ 3 ലക്ഷം സലാത്ത് ചെല്ലുന്നത്, ചിലപ്പോൾ ഈ 3 ലക്ഷത്തില് ചിലപ്പോൾ ഒരു 10,000 സ്വലാത്ത് ആകുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു 30,000 സ്വലാത്ത് ആകുമ്പോഴേക്കും ചിലർ നിയത്ത് വെച്ച് ചൊല്ലുമല്ലോ, അവരുടെ ആഗ്രഹങ്ങൾ അപ്പൊ തന്നെ സാധിക്കാം. ചിലപ്പോൾ ഈ 3 ലക്ഷം ആയിട്ടും സാധിക്കാതെ വരും, അവരുടെ നാവില് മാത്രമേ സ്വലാത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അത്രയും കാര്യങ്ങൾ ഒരുപാട് ശ്രദ്ധിച്ച് നമ്മൾ പാലിച്ചു കൊണ്ട് ചെയ്താൽ, നമ്മളൊരു പണിയെടുക്കുമ്പോൾ വളരെ വൃത്തിയോട് ചെയ്യില്ലേ, കാരണം അത് നമുക്ക് പണം എങ്ങനെ ചെയ്താലും കൂലി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇതുണ്ടല്ലോ, ആ ഒരു വൃത്തിയോടുകൂടിയും ഭംഗിയോടുകൂടി ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത വർക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് എന്താണ് അതിനനുസരിച്ച് കൂലി നമുക്ക് എന്ത് ചെയ്യും, ആ നമ്മൾ വാങ്ങുന്നതിനനുസരിച്ച് വൃത്തി ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ നല്ല വൃത്തിയിലും ഭംഗിയിലും ഒക്കെ സ്വലാത്ത് ചെല്ലുമ്പോൾ അതിന്റെ പ്രതിഫലം അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായ സ്നേഹത്തോടെ പറയാണ്, 1000 സ്വലാത്ത് നിങ്ങൾ അറിഞ്ഞ് ചെല്ലപ്പം മുതൽ നിങ്ങൾക്ക് ഇടയിൽ നിന്ന് ഒരാളെ മദീനയിൽ എത്തണം വല്ലാത്ത ആഗ്രഹമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മളിൽ ഒരാൾ ആ മദീനയിൽ എത്തുമ്പോൾ അൽഹംദുലില്ലാഹ് വളരെ സന്തോഷമാണ്. നമ്മളിൽ നിന്ന് ഒരാൾ ആ മദീനയിലെത്തി, അതാരാണെങ്കിലും ആത്മാർത്ഥമായിട്ട്. അതുപോലെ തന്നെ ഇനിയൊരു കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്, എന്നും അതിനു വേണ്ട ഒരു പ്രയത്നങ്ങളുണ്ട്. ആഗ്രഹങ്ങൾ മനസ്സിൽ സൂക്ഷിക്കാനല്ലോ, അത് റബ്ബിനോട് പറയും വേണം. അതിനെപ്പറ്റി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ട്. എന്നും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം. വോയിസ് കൂടി പോകുന്നുണ്ട്, പ്രത്യേകമായി നിങ്ങളൊക്കെ ദുആ ചെയ്യുക. അൽഹംദുലില്ലാഹ് നല്ല മനസ്സോടെ നല്ല നിയ്യത്തോടെ 1000 സ്വലാത്ത് ചെല്ലുന്നതോടൊപ്പം നല്ല ആത്മാർത്ഥതയായ ഹുബ്ബ് വയ്ക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളറിയാതെ മദീന എത്തും. മദീന എത്താൻ സാധിച്ചില്ലെങ്കിലും മദീനയുടെ രാജകുമാരൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മുടെ വീട്ടിലേക്ക് വരാൻ അള്ളാഹു അതിന് തൗഫീഖ് ചെയ്താലും പോരെ. അപ്പം അതുകൊണ്ട് ഭാഗ്യം, തൗഫീഖ്, ആത്മാർത്ഥത, ഇഖ്ലാസ്, ഖൽബിൻ്റെ ശുദ്ധി, ഇതെല്ലാം വേണം. ആരോടും വെറുപ്പ് വേണ്ട, ഖൽബ് ക്ലീനാക്കുക. പരദൂഷണം, ഗീബത്ത്, നമീമത്ത് എല്ലാം മാറ്റിവെച്ച് നമ്മളൊരു നല്ല രീതിയിൽ സ്വലാത്ത് ചൊല്ലിയാൽ ഫലം ഉറപ്പാണ്.